The topic is significance and factors affecting parthenogenesis. Parthenogenesis എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാർത്തനോജെനിസിസ് എന്നാൽ ഇറ്റ് ഈസ് എബിലിറ്റി ടു ഡെവലപ്പ് ആൻ എംബ്രിയോ വിത്തൗട്ട് സ്പെർമാറ്റിക് കോൺട്രിബ്യൂഷൻ. സ്പെർമാറ്റിക് കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഒരു എഗ്ഗിൽ തന്നെ എംബ്രിയോനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനാണ് പാർത്തനോജെനിസിസ് എന്ന് പറയാം. പാർത്തനോജെനിസിസ് വഴി ഡെവലപ്പ് ചെയ്ത ഇൻഡിവിജ്വൽസിന് പാർത്തനോട്സ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ഹണി ബി, വാസ്പ്, ബീറ്റിൽ. ഇതൊക്കെ പാർത്തനോജെനസിസ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് റീപ്രൊഡ്യൂസിങ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. എൻ്റെ ടോപ്പിക്ക് ഫാക്ടേഴ്സും അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ആണ്. ഫസ്റ്റ് ഫാക്ടേഴ്സ് എന്താ നോക്കാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പാർത്തനോജെനസിസ്. പാർത്തനോജെനസിസിനെ എഫക്റ്റ് ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് മെയിനായിട്ട് 3 കാറ്റഗറി ഡിവൈഡ് ചെയ്യാം. ഫിസിക്കൽ ഫാക്ടേഴ്സ്, കെമിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് മെക്കാനിക്കൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ് കെമിക്കൽ ഫാക്ടർ എന്താ നോക്കാം. Unfertilized sea urchin egg can be induced parthenogenesis by treating egg with hypotonic and hypertonic seawater, salt like chlorides of sodium, magnesium, potassium, weak organic acid like lactic acid. Treatment with alcohol, benzene, acetone ഓൾസോ ഇൻഡ്യൂസസ് പാർത്തനോജെനസിസ്. സീ അർച്ചിൻ പോലത്തെ ഓർഗാനിസത്തിൻ്റെ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് നമുക്ക് പാർത്തനോജെനസിസ് ഇൻഡ്യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് ഹൈപ്പോട്ടോണിക് അല്ലെങ്കിൽ ഹൈപ്പർട്ടോണിക് സീ വാട്ടറിൻ്റെ കൂടെ ട്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം ക്ലോറൈഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് പോലുള്ള വീക്ക് ആസിഡ് ഓർഗാനിക് ആസിഡ്സിൻ്റെ കൂടെ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് നമ്മൾ ട്രീറ്റ് ചെയ്താൽ നമുക്ക് പാർത്തനോജെനസിസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആൽക്കഹോൾ, ബെൻസീൻ ആൻഡ് അസറ്റോൺ പോലുള്ള കോമ്പൗണ്ട്സിൻ്റെ കൂടെ എഗ്ഗിനെ ട്രീറ്റ് ചെയ്താൽ പാർത്തനോജെനസിസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, മെക്കാനിക്കൽ മീൻസ്. അൺഫെർട്ടിലൈസ്ഡ് എഗ് ഓഫ് ഫ്രൂ ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ടു ഡെവലപ്പ് ബൈ പ്രിക്കിംഗ് എഗ് വിത്ത് എ ഫൈൻ ഗ്ലാസ് നീഡിൽ. റാബിറ്റ് എഗ് ക്യാൻ ബി ഓൾസോ സബ്ജക്റ്റഡ് ടു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേഷൻ ബട്ട് ഡെവലപ്മെൻറ്റ് ഈസ് എബ്നോർമൽ. എഗ് ഫ്രോഗിൻ്റെ ഒക്കെ കേസിലാണെങ്കിലും ഫ്രോഗിൻ്റെ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ ഒരു ഗ്ലാസ് നീഡിൽ വെച്ച് പ്രിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ പാർത്തനോജെനസിസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. റാബിറ്റിൻ്റെ കേസിലും ഇത് പോസിബിളാണ്, പക്ഷെ അവിടെ ഡെവലപ്മെൻറ്റ് വിൽ ബി എബ്നോർമൽ. തേർഡാണ് ഫിസിക്കൽ മീൻസ്. ട്രീറ്റ്മെൻറ്റ് വിത്ത് UV റേഡിയേഷൻ ഇൻഡ്യൂസസ് പാർത്തനോജെനസിസ്. UV റേഡിയേഷനായിട്ട് എഗ്ഗിനെ ട്രീറ്റ് ചെയ്താൽ പാർത്തനോജെനസിസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇലക്ട്രിക് ഷോക്ക് ഇൻഡ്യൂസസ് പാർത്തനോജെനസിസ് ഇൻ അൺഫെർട്ടിലൈസ്ഡ് എഗ്. അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് ഇലക്ട്രിക് ഷോക്ക് കൊടുത്താൽ പാർത്തനോജെനസിസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫറിങ് എഗ് ടു കോൾഡ് ഓർ വാം വാട്ടർ 10 to 32 degrees Celsius ഇൻഡ്യൂസസ് പാർത്തനോജെനസിസ്. 10 to 32 degrees Celsiusലുള്ള ആ ഒരു റേഞ്ചിലുള്ള ടെമ്പറേച്ചറിലുള്ള വാട്ടറിലേക്ക് എഗ്ഗിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലും നമുക്ക് പാർത്തനോജെനസിസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് പാർത്തനോജെനസിസ് ആണ്. മീൻ ഓഫ് റീപ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് സിംപ്ലർ ആൻഡ് ഈസിയർ ദാൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. പാർത്തനോജെനസിസ് ഒരു സിംപ്ലർ ആൻഡ് ഈസിയർ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി സിംപ്ലർ ആൻഡ് ഈസിയർ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡ്യൂസസ് ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഒരു ചെറിയ ടൈം ഡ്യൂറേഷനിൽ തന്നെ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ പാർത്തനോജെനസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Parthenogenesis is a method of reproduction in aneuploid organism avoiding sterility. Aneuploid organismത്തിൻ്റെ കേസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ പോസിബിൾ അല്ല. സെക്ഷൽ റീപ്രൊഡക്ഷൻ അവരുടെ കേസിൽ പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ പ്രോജനീനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അതുകൊണ്ട് തന്നെ അന്യൂപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ പാർത്തനോജെനസിസ് ഒരു റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് അവരുടെ പ്രോജനീനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ്, പാർത്തനോജെനസിസ് ഈസ് എ മെത്തേഡ് ഓഫ് sex determination in organisms such as honeybee. In honeybee, unfertilized egg developed into female and fertilized egg develop into female and unfertilized egg develop into male. ഹണിബി പോലത്തെ ഓർഗാനിസത്തിൽ പാർത്തനോജെനസിസ് ഒരു സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ആണ്. അവിടെ ഫെർട്ടിലൈസ്ഡ് എഗ് ആണെങ്കിൽ അത് ഫീമെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും, അൺഫെർട്ടിലൈസ്ഡ് എഗ് ആണെങ്കിൽ അത് മെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും. Elimination of varieties in population. Offsprings developed parthenogenetically are more similar and phenocopies of parent.
പാത്തനോജെനസിസ് വഴി ഡെവലപ്പ് ചെയ്ത ഇൻഡിവിജ്വൽസ് പാരൻസിൻ്റെ എക്സാക്റ്റ് കോപ്പീസ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സാക്റ്റ് കോപ്പീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പോപ്പുലേഷനിൽ വെറൈറ്റീസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. Next, encouragement of advantage of gene. Encourage combinations of characters of gene originated by mutation to remain as such because these are not segregated by crossing over since there is no meiosis. Mutation വഴി ഉണ്ടായ കോമ്പിനേഷൻ ഓഫ് ജീൻ ക്യാരക്ടേഴ്സിന് അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ പാത്തനോജെനസിസ് ഹെൽപ്പ് ചെയ്യും. കാരണം അവിടെ മിയോസിസ് നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ക്രോസിങ് ഓവറും ഉണ്ടാവില്ല. അപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ സെഗ്രിഗേഷൻ ഒന്നും തന്നെ നടക്കില്ല പാത്തനോജെനസിസ്. അതുകൊണ്ട് തന്നെ ഉണ്ടായ ജീൻ കോമ്പിനേഷൻ അതേപോലെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പാത്തനോജെനസിസ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, എലിമിനേഷൻ ഓഫ് ഡിസഡ്വാൻറ്റേജസ് കോമ്പിനേഷൻ ഓഫ് ജീൻ. നാച്ചുറൽ സെലക്ഷൻ ഇൻ പാത്തനോജെനസിസ് വിൽ ലീഡ്സ് ടു എലിമിനേഷൻ ഓഫ് നോൺ അഡാപ്റ്റീവ് കോമ്പിനേഷൻസ് ഓഫ് ജീൻ. ചാൻസ് ഫോർ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ നോൺ അഡാപ്റ്റീവ് ക്യാരക്ടർ ഈസ് വെരി ലോ ഇൻ പാത്തനോജെനറ്റിക് ഓർഗാനിസം. പാത്തനോജെനസിസ് വഴി ഡെവലപ്പ് ചെയ്ത ഓർഗാനിസത്തിൽ നാച്ചുറൽ സെലക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ഇൻഡിവിജ്വൽസ് എലിമിനേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ മിയോസിസ് നടക്കാത്തതുകൊണ്ട് തന്നെ ക്രോസിങ് ഓവർ ഉണ്ടാവില്ല, ന്യൂ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടർ ഒന്നും തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ അവിടെ നാച്ചുറൽ സെലക്ഷൻ്റെ ടൈമിൽ നോൺ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എലിമിനേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അടുത്തത് പാത്തനോജെനസിസിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. എലിമിനേറ്റ് വേരിയേഷൻസ് ഇൻ പോപ്പുലേഷൻ. വേരിയേഷൻ ഈസ് എ റോ മെറ്റീരിയൽ ഫോർ ഇവല്യൂഷൻ, സോ പാത്തനോജെനസിസ് റിസൾട്ട് ഇൻ ലാക്ക് ഓഫ് അഡാപ്റ്റബിലിറ്റി ആൻഡ് എ ചെക്ക് ഓൺ ഇവല്യൂഷൻ. വേരിയേഷൻസ് ഒരു പോപ്പുലേഷനിൽ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല പാത്തനോജെനസിസ് വഴി. അത് ഇവല്യൂഷൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വേരിയേഷനാണ്. പാത്തനോജെനസിസിൽ വേരിയേഷൻസ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടും ഇവല്യൂഷനുള്ള ചാൻസ് വളരെ ലോ ആണ്. അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി, അവിടെ ന്യൂ ക്യാരക്ടർ കോമ്പിനേഷൻസ് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് അഡാപ്റ്റബിലിറ്റിയും വളരെ കുറവാണ്. എലിമിനേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഫാക്ടേഴ്സ് ഇൻഡ്യൂസിങ് പാത്തനോജെനസിസും സിഗ്നിഫിക്കൻസ് ഓഫ് പാത്തനോജെനസിസ് ആണ്. ഫാക്ടേഴ്സിനെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക: ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ. കെമിക്കൽ ആണെങ്കിൽ സിയർച്ചിൻ പോലത്തെ അതിന് അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിന്, സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം സോൾട്ട്, ഹൈപ്പർട്ടോണിക് സീ വാട്ടർ, ലാക്റ്റിക് ആസിഡ്, ആൽക്കഹോൾ, ബെൻസീൻ ഒക്കെ വെച്ച് ട്രീറ്റ് ചെയ്താൽ പാത്തനോജെനസിസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ മീൻ ആണെങ്കിൽ ഫ്രോഗിൻ്റെ ഒക്കെ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് ഒരു ഗ്ലാസ്സിനുള്ളിൽ വെച്ച് പ്രിക്ക് ചെയ്ത് കൊടുത്താൽ പാത്തനോജെനസിസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ആണെങ്കിൽ UV റേഡിയേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് കൊടുത്താലും വാട്ടർ അല്ലെങ്കിൽ കോൾഡ് വാട്ടറിലേക്ക് എഗ്ഗിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലൊക്കെ പാത്തനോജെനസിസിനെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് സിഗ്നിഫിക്കൻസ്. സിഗ്നിഫിക്കൻസ് എന്നാൽ സിംപ്ലർ ആൻഡ് ഈസിയസ്റ്റ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഷോർട്ട് ഡ്യൂറേഷനിൽ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹണിബി പോലുള്ള ഓർഗാനിസത്തിൽ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസമാണ്. ഫെർട്ടിലൈസ്ഡ് മെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും, അൺഫെർട്ടിലൈസ്ഡ് ഫീമെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും. എന്യൂപ്ലോയിഡ് ഓർഗാനിസത്തിൽ റീപ്രൊഡക്റ്റീവ് മെക്കാനിസം, പ്രോജനിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ളൊരു റീപ്രൊഡക്റ്റീവ് മെക്കാനിസമാണ്. പിന്നെ പോപ്പുലേഷനിൽ വേരിയേഷൻസ് ഉണ്ടാവില്ല, മ്യൂട്ടേഷൻ വഴി ഉണ്ടായ ജീൻ കോമ്പിനേഷൻ അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യും. നാച്ചുറൽ സെലക്ഷൻ്റെ ടൈമിലും എലിമിനേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ന്യൂ വെറൈറ്റീസോ ന്യൂ ക്യാരക്ടേഴ്സോ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.